തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് അഥവാ തിരുപ്പരപ്പ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അധികം ആരും കേട്ടിട്ടില്ലാത്ത ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടവും ഒരു അരുവിയും പുഴയും എല്ലാം ഉണ്ട്. ഈ ക്ഷേത്രം ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഇവിടുത്തെ ചില കൊത്തുപണികൾ കണ്ടാൽ നമുക്ക് അതിനും പഴക്കമുണ്ടതായിട്ട് തോന്നാം. ആദി ശങ്കരാചാര്യർ ഇവിടെ പണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായും ഇവിടെ തങ്ങിയതായിട്ടും ഇവിടെ വിശ്വസിക്കപ്പെടുന്നു. ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവ് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്താനായിട്ട് വരാറുണ്ടായിരുന്നു എന്നും കേൾക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ ഉഗ്രഭാവമായ വീരഭദ്രനും പിന്നെ ഭദ്രകാളിയുമാണ്. പടിഞ്ഞാറ് ദർശനമായാണ് ഇവിടെ ശിവൻ ഇരിക്കുന്നത്. തികച്ചും കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഒരു വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹം, അതിനു മുമ്പ് നമസ്കാര മണ്ഡപം, അതിന് ചുറ്റും നാലമ്പലം, അതിന് പുറത്ത് വിളക്കുമാടം, അതിന് ചുറ്റും ചുറ്റെടുക്കാനുള്ള നടപ്പാത, പാതയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉപദേവതാ ക്ഷേത്രങ്ങളും കാണാം. ഒരു പ്രശാന്ത സുന്ദരമായ സ്ഥലം, മനസ്സിന് ഒരു ശാന്തത നിറയ്ക്കുന്ന ഒരു അന്തരീക്ഷം, അതാണ് ഈ ക്ഷേത്രം. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കോളം ബൈപ്പാസ് വഴി നേരെ മാർത്താണ്ഡം പോയാൽ അവിടെ നിന്ന് തൃപ്പരപ്പ് വാട്ടർഫോൾസ് അല്ലെങ്കിൽ തൃപ്പരപ്പ് ക്ഷേത്രം എന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. സതീഷ് ഭായ് ആണ് നമ്മുടെ ഡ്രൈവർ സുഖു. അദ്ദേഹത്തിൻ്റെ പഴയൊരു കഥ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഈ റോഡ് റോളറിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ, പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോനെ നിങ്ങള് കാത്തോളി എന്നൊരൊറ്റ വിളിയാണ്.
ഇഞ്ചിൻ എങ്ങനെ പറ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പൊ തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിന് അപ്പ അവിടെ നിന്ന് അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ഞങ്ങൾ ഇങ്ങനത്തെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അവിടെ വരെ എത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്തു നേരെ വാട്ടർഫോൾസിൽ കയറി. വാട്ടർഫോൾസിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തു. അവിടെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് നമ്മൾ പുറകിലുള്ള അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.